മാഷോട് തന്നെ പറഞ്ഞു, മാഷെ ഞാനില്ല, ഇതിനോട് യോജിക്കാനൊക്കെ ആവില്ല, ഞാനിത് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കാനാവും, പരസ്യമായി പറയാനാണ്, ജനങ്ങളോട് പറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ സഹകരണ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്ന കാര്യമുണ്ട്. അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്, പാർലമെൻ്ററി വ്യാമോഹി അതാണല്ലോ ഇനി പറയാം. എനിക്ക് വയസ്സ് 75 കഴിഞ്ഞു. അടുത്ത പാർട്ടി കോൺഗ്രസോടുകൂടി ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വിട്ടുകണ്ട ആളാണ്. ഇപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനം മോഹിച്ച് ഒരു നേതാവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. എന്നെ മെമ്പറാക്കണം, എന്നെ MLA ആക്കണം, എനിക്ക് ചെയർമാൻ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ വളരെ ആരാധ്യരെന്ന് കരുതുന്ന വളരെ വേണ്ടപ്പെട്ട ആളോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കൊല്ലം എനിക്കിനി പാർട്ടി സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല.